ഇത്രയും വലിയ തീരുമാനം പഞ്ചരത്നത്തിൽ എടുത്തിട്ട് നീ എന്നെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാ സിസ്ലി? സത്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്ത കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതിനാണോ ഞാൻ നിന്നെ അവിടെ ജോലിക്കായിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ അവസ്ഥ മേഡം ഒന്നും മനസ്സിലാക്കൂ. പഞ്ചരത്നത്തിൽ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഈ സിസിലി അറിയും. പക്ഷെ അഭിമന്യു എന്ന തലതെറിച്ചവൻ വന്നാ പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചത്. അഭിമന്യുവിന്റെ തല കണ്ടപ്പോ തന്നെ ഞാൻ അവിടുന്ന് മുങ്ങി. പിന്നെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. പഞ്ചരത്നത്തിലെ രഹസ്യങ്ങൾ ചോർത്താനാ നിന്നെ അവിടെ ജോലിക്ക് നിർത്തിയത്. എന്നിട്ടിപ്പോ എനിക്ക് ചോർന്നു കിട്ടിയ രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറയേണ്ട അവസ്ഥയായി. നമ്മൾ അടിച്ചു മാറ്റാനിരുന്ന ആ 60 പവൻ സ്വർണത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. ആ 60 പവൻ എന്ത് സംഭവിച്ചു? അത് അഖിലയുടെ കല്യാണത്തിന് കൊടുക്കാൻ അമൃത തീരുമാനിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അതിന്റെ പിന്നിലുള്ള ബുദ്ധി അംബികയുടെ തന്നെയാ. ആ സ്വർണം അങ്ങനെ ഒതുക്കത്തിൽ അംബിയെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് മേഡം. അത് നമുക്ക് അവകാശപ്പെട്ടതാ. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനല്ലേ ഞാൻ നിന്നെ അവിടെ നിർത്തിയത്. പക്ഷെ ഇപ്പൊ നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലല്ലോ സിസിലി. ഓ, മേഡത്തിന് എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? അഭിമന്യു എന്നെ നേരിട്ട് കണ്ട പഞ്ചരത്നത്തിലെ എന്റെ പണിയങ്ങ് പോകും. അങ്ങനെ എന്റെ പണിയെങ്ങാനും പോയാ ഞാൻ മേഡത്തിനെ കൊണ്ടേ മലക്കൂ. മേഡത്തിന്റെ സകല കള്ളത്തരങ്ങളും പഞ്ചരത്നങ്ങളെ അറിയിക്കാതെ ഞാൻ അവിടുന്ന് ഇറങ്ങില്ല. നിന്റെ പണി പോകുന്നതിന് ഞാനെന്ത് പിഴച്ചു? മേഡാണല്ലോ എന്നെ അവിടെ ജോലിക്ക് നിർത്തിയേക്കുന്നത്. അപ്പോ എന്റെ പണി പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മേഡത്തിന്റെ അല്ലേ? സംഭവിക്കാനുള്ളത് മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അമൃതയും അഭിമന്യും തമ്മിലുള്ള കല്യാണം മുടക്കണം. അത് തന്നെയല്ലേ കുറച്ചു നാളായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിമന്യുവിന്റെ ജാതകദോഷം കാരണം അടിക്കടി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വരുത്തി തീർക്കണമെന്ന്. ആ നമ്പർ ആദ്യമേ തന്നെ ചീറ്റിപ്പോയില്ലേ? പിന്നെയും പല പ്രാവശ്യം പ്രയോഗിച്ചു, പക്ഷെ ഏറ്റില്ല. അഭിമന്യുന്റെ കുറ്റം പറയാൻ പോയ എന്നെ പെമ്പിള്ളേരെ എല്ലാരും കൂടി എടുത്തിട്ട് ഇടിച്ചില്ലെന്നേ ഉള്ളൂ. മേഡത്തിന്റെ ആ പരിപ്പൊന്നും പഞ്ചരത്നത്തിൽ വേവൂല. അതെ, അവതരിപ്പിച്ചതിന്റെ കുഴപ്പം കൊണ്ടാ. അതിപ്പോ എന്റെ തലയിലായി. അതൊരിക്കലും പൊളിയുന്ന നമ്പർ ആയിരുന്നില്ല. ആ എന്തായാലും മേഡം പറഞ്ഞതല്ലേ, ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് ബൈ. എന്താവോ എന്തോ, ഇതും കുളവാക്കിയിട്ട് വന്നാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സിസ്ലി. എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇത്ര വിഷമോന്ന്? ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. ദേ, നിന്റെ മുഖം ഒന്ന് വാടി, എനിക്കത് അറിയാൻ പറ്റും. എന്തുണ്ടെങ്കിലും നീ അത് തുറന്ന് പറഞ്ഞേ പറ്റൂ. നീ എന്തെങ്കിലും പുതിയതായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോ? എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഒന്നുമില്ല ചേച്ചി, ഇവൾക്ക് എന്തോ ഒരു സങ്കടം. എന്താടി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറ. ഇവിടെ പഞ്ചരത്നത്തില് ചേച്ചിമാരുടെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്ന സമയമല്ലേ? എല്ലാരും വലിയ സന്തോഷത്തിലും. പക്ഷെ ഈ ഒരു അവസ്ഥയിലും അമൃതേച്ചിക്കുള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ട്. എന്ത് സങ്കടം? നിനക്കെന്താ അങ്ങനൊക്കെ തോന്നാൻ കാര്യം? നേരത്തെ അമൃതേച്ചി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ തലവേദന എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. നീ പറയുന്ന ഈ സങ്കടം അമൃതേച്ചിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി നമ്മളോടൊക്കെ എന്ത് സന്തോഷത്തിലാ പെരുമാറുന്നേ?
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.